ചേട്ടാ നമ്മുടെ നാട്ടാട് നാണം കെടുത്തരുത്. ഒരു കളിയില്ല, അവിടെ മൂലയ്ക്ക് കുത്തിരി കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആയാൽ കൊള്ളാമെന്നുണ്ട്. ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യും, അതിൻ്റെ അകത്തെത്തി എങ്ങനെ ചെയ്യണമായിരുന്നു. ഒരാളുടെ തണല് പറ്റി നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു ജാസ്മിനെയും ഗബ്രിയെയും കുറ്റം പറഞ്ഞ് നടന്നിരുന്ന ആളായിരുന്നു സായി. ചെന്നപ്പോ സപ്പോർട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, പ്രത്യേകിച്ചൊന്നും പറയല്ലേ, വിചാരിച്ച പോലൊന്നും ഇല്ല. വിശേഷം ജാസ്മിനായിട്ട് ഒരു കൂട്ടുസഖ്യം ഉണ്ടാക്കാനായിട്ട് സായി ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രോഗ്രാം കണ്ടേന്, ഇപ്രാവശ്യം പ്രോഗ്രാം കാണില്ല. എന്താ ഇപ്രാവശ്യത്തെ എന്തോ മത്സരാർത്ഥികളൊന്നും പിന്നെ സായി കയറിയതിന്റെ ശേഷം ഒന്നും കണ്ടേന്. കാരണം നനഞ്ഞ പടക്കം എപ്പോ വേണമെങ്കിലും മുണക്കിക്കഴിഞ്ഞാൽ പൊട്ടാലോ, അത്രേ ഉള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏവരും ഉറ്റുനോക്കിയ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സായി കൃഷ്ണയുടേത്. സീക്രട്ട് ഏജന്റ് എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ബിഗ് ബോസിനെയും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ മത്സരാർത്ഥികളെയും വലിച്ചു കീറിക്കൊണ്ടിരുന്ന സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ അത്ര പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ സായിക്ക് സാധിച്ചിട്ടില്ല. ഒരുപാട് ട്രോളുകളും മറ്റുമാണ് ഇപ്പോൾ സായിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുള്ളത് മലപ്പുറത്താണ്, സായിയുടെ നാട്ടിൽ. അപ്പോൾ നാട്ടുകാർക്ക് എന്താണ് സായി കൃഷ്ണയെ പറ്റിയും സായി കൃഷ്ണയുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ പ്രകടനങ്ങളെ പറ്റിയും പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കളിക്കണമൊന്നുമില്ല, ഒരു കളിയില്ല, അവിടെ മൂലയ്ക്ക് കുത്തിരിക്കുക, വെറുതെ കമന്റ് അടിക്കുക. എനിക്കിഷ്ടമായില്ല. അപ്പം യൂട്യൂബർ സീക്രട്ട് ഏജന്റിനെ അറിയോ? അറിയാം. അപ്പം സീക്രട്ട് ഏജന്റ് ആണോ അതോ സായി കൃഷ്ണയാണോ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? സീക്രട്ട് ഏജന്റ്. അപ്പൊ ആ സീക്രട്ട് ഏജന്റ് വീണ്ടും ആ ഒരു സീക്രട്ട് ഏജന്റിനെയാണ് ബിഗ് ബോസിനുള്ളിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും. അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി എന്ത് മാറ്റമാണ് സായി വരുത്തേണ്ടത്? കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി പുറത്തോട്ട് ഇറങ്ങി കളിക്കണം. ബിഗ് ബോസിന് ഉള്ളിൽ എത്തുന്നതിന് മുന്നേ വരേക്കും ഗബ്രിയെയും ജാസ്മിനെയും ഒക്കെ കുറ്റം പറഞ്ഞ് നടന്നിരുന്ന വ്യക്തിയായിരുന്നു സായി കൃഷ്ണ. അതിനുശേഷം ബിഗ് ബോസിനുള്ളിൽ എത്തിയപ്പോഴത്തേക്കും ഇവരുടെ ഉറ്റ ചങ്ങാതിമാരായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, എനിക്കത് തീരെ പറ്റില്ല. കാരണം ഇവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യും, അതിൻ്റെ അകത്തെത്തി എങ്ങനെ ചെയ്യണമായിരുന്നു, അവർക്ക് കളിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്താണ് ഇതിൻ്റെ അകത്ത് പോയി ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഗബ്രീനെയും ജാസ്മിനെയൊക്കെ ഇഷ്ടമല്ല. സായിനെ പറ്റി പറയുകയാണെങ്കിൽ തീരെ പറ്റിയില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രേ ഇല്ല. അപ്പം സായിയോട്, ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സായിയോട് എന്താണ് ഇപ്പോൾ മോക്ക് പറയാനുള്ളത്? ചേട്ടാ നമ്മുടെ നാട്ടാട് നാണം കെടുത്തരുത് പ്ലീസ്, കുറച്ചും കൂടി നന്നായിട്ട് കളിക്കുക. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല അല്ലേ? അതെ, ബിഗ് ബോസ് എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ മുമ്പിലൊക്കെ പറയാന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അത് കേടുവരുത്താതെ നല്ല രീതിയിൽ ഒന്നും കൂടി കളിക്കാൻ ശ്രമിക്കുക ഇനി ഗെയിമിലൊക്കെ. കുഴപ്പമില്ല, നല്ലൊരു പെർഫോമറാണ്. പക്ഷെ അയാള് എന്താ പറയാ, കൂടുതലിങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് അതിന്റെ ഒരു കുറവുണ്ട് തോന്നുക, അത്രേ ഉള്ളൂ. എപ്പോഴും ഒരാളുടെ തണല് പറ്റി നിൽക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു ഫീലാണ്. ആദ്യമൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് സായി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവരെയും ജാസ്മിനെയും ഗബ്രിയെയും ഒക്കെ വലിയ രീതിയിൽ തേച്ചൊട്ടിച്ചൊരു വ്യക്തിയായിരുന്നു സായി. അപ്പം പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയപ്പോഴേക്കും അവരുടെ കൂട്ട് ചേർന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? കൂട്ട് ചേർന്നെന്ന് അങ്ങനെയല്ല, ഒരു ശരിക്കും ഇങ്ങോട്ട് മുന്നിക്ക് ഇങ്ങോട്ട് വരാത്തൊരു പോലെ ഒരു അത്രേ ഉള്ളൂ. അതിന് സായിയുടെ ഒരു ഗെയിമായിട്ട് കരുതാനായിട്ട് പറ്റുമോ? അങ്ങനെയാവാം. എന്തായാലും ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ ഗെയിം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരിക്കും അല്ലേ? എന്താ തോന്നുന്നേ? ഞാൻ ഇടയ്ക്ക് കാണലുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മുടെ നാടിന് കപ്പ് വേണ്ടേ? കപ്പ് വേണം. അതിന് സായി എന്ത് വേണം? സപ്പോർട്ട് ചെയ്യണം അല്ലേ? സായിനെ സപ്പോർട്ട് ചെയ്യണം. പോരാത്തതിന് സായി നല്ലോണം ആക്ടിവായിട്ട് കളിക്കണ്ടേ? വേണം. നിങ്ങൾ തന്നെ അതങ്ങ് പറഞ്ഞോ. അതെ, സായി നന്നായിട്ട് കളിക്കുക. അത് തന്നെയാണ്. ഓക്കെ, ബിഗ് ബോസ് ആരെയാ കൂടുതൽ ഇഷ്ടം? അങ്ങനെ പ്രത്യേകിച്ച് ഓക്കെ, നമ്മുടെ ഒരു നാട്ടുകാരനുണ്ടല്ലോ സായി കൃഷ്ണ. സായി കൃഷ്ണ കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ മത്സരം ആളുടെ? കുഴപ്പമില്ല. അപ്പം ബിഗ് ബോസിനുള്ളിൽ കയറുന്നതിന് മുന്നിട്ട് വരെയും ജാസ്മിനെയും ഗബ്രിയെയും കുറ്റം പറഞ്ഞ് നടന്നിരുന്ന ആളായിരുന്നു സായി. ചെന്നപ്പോ സപ്പോർട്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നല്ലേ? അതെ. അപ്പൊ അത് നന്നായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ ബിഗ് ബോസിനുള്ളിലുള്ള സായിയെ ഇഷ്ടമാണോ അതോ യൂട്യൂബർ സീക്രട്ട് എനിക്ക് അത്ര അറിയില്ല. ഓക്കെ, ബിഗ് ബോസിനുള്ളിലുള്ള മറ്റു കണ്ടസ്റ്റന്റുകളെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സായി സ്ട്രോങ് ആയിട്ട് കരുതുന്നുണ്ടോ അതോ വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണോ?
അത്ര സ്ട്രോങ് ഒന്നുമല്ല. ഒരു ഓവറോൾ ഒരു ആവറേജ്. ആവറേജ്. ഓക്കെ, അപ്പൊ എന്ത് മാറ്റം കൊണ്ടുവന്നാൽ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് സായിക്ക് മാറാമെന്നാ കരുതുന്നത്? നല്ല പ്ലാന് വേണം. അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം. ആക്റ്റീവ് ആവണം. ഓക്കെ, നമ്മുടെ നാട്ടിലേക്ക് കപ്പ് കൊണ്ടുവരണോ? കൊണ്ടുവന്നാ കുഴപ്പമില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? ഇപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറയാറില്ല. ആരില്ല. ഓക്കെ, നമ്മുടെ ഒരു നാട്ടുകാരൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരിക്കുന്നുണ്ട്. സായി. അതെ, സായി. അപ്പൊ സായിയെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കളിയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങിയിട്ടില്ല. വിചാരിച്ച പോലൊന്നും ഇല്ല. വിചാരിച്ച കണക്കൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ ബിഗ് ബോസിനുള്ളിൽ കയറുന്നതിന് മുന്നേ ഉള്ള സായിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിലൂടെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് സായിയുടേത്. അപ്പം അതിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സായി കാണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. ഒന്ന് അധികം യൂട്യൂബിൽ നമ്മൾ കാണുന്ന പോലെയൊന്നും അതിൻ്റെ ഉള്ളിൽ ചെയ്യണില്ല. ഇനി ഇപ്പൊ ഒരാഴ്ച ആയിട്ടേ ഇനിയിപ്പോ എന്താ അറിയില്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സായി കൃഷ്ണ എന്നുള്ള ഒരു വ്യക്തി ഉണ്ട് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? അത്രയ്ക്കായിട്ടില്ല. ഇനി വരുന്ന ആഴ്ചയിൽ ഇനി ആക്റ്റീവ് ആവുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സായിയാണോ അല്ലെങ്കിൽ യൂട്യൂബർ സായി കൃഷ്ണയെ സീക്രട്ട് ഏജന്റിനെയാണോ ഇഷ്ടം? സീക്രട്ട് ഏജന്റ്. ആ സീക്രട്ട് ഏജന്റിനെ പോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അതെ, ഇപ്പം ഒരു നനഞ്ഞ പടക്കം പോലെയാണ് സായി എന്നാണ് സോഷ്യൽ മീഡിയയിൽ സായിയുടെ വൈഫ് ഉൾപ്പെടെ സായിനെ ട്രോളുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയുന്നത്? എന്താ ചിലപ്പോ നമ്മള് വിചാരിക്കണ പോലെ ആവില്ല അതിന്റെ ഉള്ളില്, നമുക്ക് എന്താ പറയാൻ പറ്റില്ലല്ലോ. ഇനി എങ്ങനെ ഒരു ഗെയിം ചേഞ്ച് സായിയിൽ നിന്ന് ഉണ്ടാകണം എന്നാണ്? ഒന്നുകൂടെ ആക്റ്റീവായിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാ അങ്ങനെ. ഓക്കെ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയതോടുകൂടി സായി മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് സീക്രട്ട് ഏജന്റ് എന്ന നിലയിൽ ജാസ്മിനും ഗബ്രിക്കും ഒക്കെ എതിരെയായിരുന്നു സംസാരിച്ചിരുന്നത്. അവിടെ ചെന്നിട്ട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പോയി പറഞ്ഞു. അപ്പൊ സായി അവരുമായിട്ട് ഒരു കൂട്ടുസഖ്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതിന്റെ ബാക്കിൽ നമുക്കറിയില്ലല്ലോ. എന്താണെങ്കിലും വെയിറ്റിംഗ് ആണ്. അതെ, ഞങ്ങളെ നാട്ടുകാരെ സായി അല്ലേ, അപ്പൊ സായി എല്ലാത്തിലും മുന്നോട്ട് വരട്ടെ. ഇപ്പം ചെറിയതായിട്ടൊന്ന് നനഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇന്നലത്തെ ഞാൻ കണ്ടിട്ടില്ല, അവിടെ തിരക്ക് കാരണം കാണാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല, നന്നായി വരിക തന്നെ ചെയ്യട്ടെ. കുറച്ച് മുന്നോട്ട് ബാക്കിക്ക് പോയാലും മുന്നോട്ട് വരട്ടെ. ഓക്കെ, സായിയിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്തായിരിക്കും? എന്താ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ട് നല്ലതിൽ മുന്നോട്ട് പോവുക. ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള കൂട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? അതില്ല, അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, സീക്രട്ട് ഏജന്റ് എന്നുള്ള സായി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കാരണം എല്ലാ പ്രശ്നങ്ങളിലും പുള്ളി ഇടപെടാറുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സായി എല്ലാവർക്കും അപരിചിതനായിട്ടുള്ള ഒരു സായി. അതങ്ങനെ തോന്നി എല്ലാരും അങ്ങനെ. എന്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സായിയോട് ഒരു പ്രേക്ഷക എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്? ഏറ്റവും ഒരു നല്ല കുട്ടിയായിട്ട് കളിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് തന്നെ പറയാനുള്ളത്. കപ്പ് വേണ്ടേ? കപ്പ് വേണം, മുന്നിലെ കപ്പ് വേണ്ടേ, അതന്നെ കണ്ടേ. നമ്മുടെ ഒരു നാട്ടുകാരൻ ഇപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരിക്കുന്നുണ്ട്, സായി കൃഷ്ണ. അപ്പൊ സായിയെ പറ്റി എന്താ പറയാനുള്ളത്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളു പറയുന്നത് അതൊക്കെ പറയുന്നു, അതൊരു പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ സായിയെ നോർമലി സോഷ്യൽ മീഡിയയിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് സായിയുടേത്. അപ്പം ഏതൊരു പ്രശ്നമാണെങ്കിലും ഏതൊരു കാര്യത്തിനെ പറ്റിയിട്ടും വളരെ മുഖത്തടിച്ചതുപോലെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നപ്പോൾ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സായിയിൽ ഇനി എന്ത് മാറ്റമാണ് വരേണ്ടത് ആസ് എ പ്രേക്ഷക എന്ന നിലയിൽ നോക്കുമ്പോൾ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവിടെ പുറത്തുള്ള പോലെ തന്നെ നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓക്കെയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ എത്തുന്നതിന് മുന്നേ വരെയും ജാസ്മിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും ആൾക്കെതിരെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സായി കൃഷ്ണ. എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നതിന് ശേഷം ജാസ്മിനും ഗബ്രിയായിട്ടൊരു കൂട്ടുസഖ്യം ഉണ്ടാക്കാനായിട്ട് സായി ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു കൂട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടു പോകണം എന്നാണോ അതോ അവരുടെ കൂടെ നിൽക്കണം എന്നാണോ? അവിടെ ഒറ്റയ്ക്കല്ലേ മത്സരിക്കാൻ പോവാ, അല്ലാണ്ട് കൂട്ടത്തോടെ ഇല്ലല്ലോ. അതെ. അപ്പം സായിയിൽ ഇനി എന്ത് മാറ്റമാണ് വരേണ്ടത്? ഈ പുറത്ത് നമ്മൾ ടോട്ടലി അവർ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്, അതുപോലെ വന്നാൽ കൊള്ളാം. ഓക്കെ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു നനഞ്ഞ പടക്കം എന്നൊക്കെയാണ് സായിയെ ഇപ്പം ട്രോളന്മാർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സായി ഇനി ഒരു തിരിച്ചു വരവ് ഒരു പഴയ സീക്രട്ട് ഏജന്റിനെ പോലെ വരും എന്ന് കരുതുന്നുണ്ടോ?
വന്നാ നല്ലത്. വന്നാ നല്ലത്. ചേച്ചി ബിഗ് ബോസ് കാണാറില്ലേ? ഓക്കെ, ബിഗ് ബോസിലെ സായി കൃഷ്ണ നമ്മുടെ നാട്ടുകാരനാണ്, മലപ്പുറംകാരനാണ്. പുള്ളിയെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ പറയാൻ, കളിയൊക്കെ നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. സാധാരണ പുള്ളി സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ബിഗ് ബോസിനുള്ളിൽ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയത് എനിക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇനി എങ്ങനെ ഗെയിം മാറ്റി കളിക്കണം എന്നാണ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ചേച്ചിക്ക് പറയാനുള്ളത്? കുറച്ചും കൂടെ ഒന്നും കൂടി സ്ട്രോങ് ആവാം. കാരണം പിന്നെന്താ ഇപ്പോൾ എന്താ എന്താന്ന് വെച്ചാല് എങ്ങനെ പറയാ, മറ്റു മത്സരാർത്ഥികളെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ താഴോട്ട് പോവാണ്. കുറച്ചും കൂടി നല്ലതായിട്ട് കളിക്കാം. അതൊക്കെ ഒരു കളീൻ്റെ ഒരു ഭാഗമായിട്ടല്ലേ. പക്ഷെ അത് കുറച്ചും കൂടെ ഒന്നും കൂടി ഡള്ളായി പോയി എന്നുള്ളൊരു അത് അങ്ങനെ ജാസ്മിൻ അല്ല എന്താ ഇത്ര കുറച്ചൊരു മുടിയുള്ള ഒരു കുട്ടിയില്ലേ, എന്താ പറയാ, അത് കുറച്ച്. ഒരു ബിഗ് ബോസിലുള്ള നമ്മുടെ ഒരു നാട്ടുകാരനുണ്ടല്ലോ സായി കൃഷ്ണ. സായിയെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രോഗ്രാം കണ്ടേന്. ഇപ്രാവശ്യം പ്രോഗ്രാം കാണില്ല. കാരണം എനിക്ക് പേഴ്സണലി ഇപ്രാവശ്യം ആ പ്രോഗ്രാം തീരെ ഇഷ്ടമല്ല. എന്താ ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികളൊന്നും കുറെ ആൾക്കാർ കാണാൻ, എൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സ് ഒന്നും കാണില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടേ ആൾക്കാരാണ്. പിന്നെ സായി കയറിയതിൻ്റെ ശേഷം ഒന്ന് കണ്ടേന്. കാരണം പേഴ്സണലായിട്ടുള്ള നമ്മളെ ഫ്രണ്ട്സുകളാണ് അതൊക്കെ. അതായത് നമ്മളിപ്പോൾ കൂട്ടുകാരന്മാരെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ സായി കയറിയപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് അറിയാമല്ലോ, സോഷ്യലായിട്ടെല്ലാം ഉള്ള ഒരാളെ അല്ല. അപ്പോൾ മൂപ്പര് കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടേന് പ്രോഗ്രാം. അപ്പം ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്തേന്, കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ ചെന്നപ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടേന്. ഇപ്പൊ ചെറുതായിട്ട് എന്തോ കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള സായിയാണോ അതോ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സായിയാണോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? സോഷ്യൽ മീഡിയയിലുള്ള തന്നെയാണ്. അപ്പം ഒരു തിരിച്ചുവരവ്, ആ ഒരു സായിയിലേക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റൂല. ചിലപ്പോ എന്തെങ്കിലും സ്ട്രാറ്റജി ഇതാവാം, ആവാം, നല്ലൊരു മൂവ്മെന്റ് ആവാം. ചിലപ്പോ എന്തെങ്കിലും, അതായത് മൂപ്പര് എന്തെങ്കിലും കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മാറുണ്ടായിരിക്കും. ചിലപ്പോൾ എല്ലാം ഒരു കളിയുടെ ഭാഗമാകാം. ഓക്കെ, സായിയെ പറ്റിയിട്ട് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള റോബിൻ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതും രണ്ടും രണ്ടാണെന്ന്. ആ ഒരു സംഭവത്തെ പറ്റി എന്താ പറയാനുള്ളത്? അതിപ്പോ എന്താ പറയാ, രണ്ടും ഓരോരുത്തരും ഓരോ ഇതല്ലേ. ഇപ്പൊ മൂപ്പര് എന്താ വണ്ടിക്കുള്ളിൽ നിന്ന് പ്രതികരിക്കണേ, റോബിന് പുറത്തിറങ്ങി പ്രതികരിക്കണേ, അത്രല്ലേ ഉള്ളൂ. അതിലിപ്പോ എന്തായാലും രണ്ടാളും പ്രതികരിക്കണ്ടല്ലോ. സായി നല്ലോണം പ്രതികരിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയണില്ല. അത്യാവശ്യം നല്ല കാര്യങ്ങൾക്കൊക്കെ ചില വീഡിയോസൊക്കെ കാണലുണ്ട്. ചില വീഡിയോസൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കലുണ്ട്, ചിലതിലും പ്രതികരിക്കലുണ്ട്. പക്ഷെ നമുക്ക് എന്താ എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതൊന്നുമില്ല, അതിലൊന്നും വല്ല കാര്യമില്ല. ഇപ്പം നനഞ്ഞ പടക്കമായി മാറി സായി എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ആ നനഞ്ഞ പടക്കത്തിൽ നിന്നും ഒരു മാറ്റം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? നനഞ്ഞ പടക്കം എപ്പോ വേണമെങ്കിലും മുണക്കിക്കഴിഞ്ഞാൽ പൊട്ടാലോ, അത്രേ ഉള്ളൂ. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മുടെ ഒരു നാട്ടുകാരൻ മത്സരിക്കുന്നുണ്ട്, സായി കൃഷ്ണ. അറിയോ? അറിയാം. സീക്രട്ട് ഏജന്റ് സായിയുടെ വൈഫിന്റെ നാട്ടുകാരനാണ് ഞാൻ. ആഹാ, പൊളി. അപ്പൊ സായിയെ പറ്റി എന്താണ് പറയാനുള്ളത്? സായിയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഓക്കെ, ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സായിയെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറില്ല ഒന്നാമത്. ഓക്കെ ഓക്കെ, നമ്മുടെ അല്ലാണ്ടുള്ള സായി, അതായത് നോർമലി ഉള്ള സായി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയപ്പോഴത്തേക്കും ഭയങ്കര സൈലന്റ് ആയി പോയി എന്നുള്ളൊരു അഭിപ്രായം പുറത്ത് വരുന്നുണ്ട്. അപ്പം യഥാർത്ഥ ജീവിതത്തിലുള്ള സായി എങ്ങനെയാണ്? ചേട്ടന് എന്തായാലും സായിനെ അറിയാം, അപ്പം അറിയാലോ, അപ്പം എങ്ങനെയാണ് സായി എന്നുള്ളത്? സായി പൊതുവെ സൈലന്റ് അല്ലാത്ത ഒരാളാണല്ലോ, ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ബിഗ് ബോസിലെന്ന് വിചാരിക്കുന്നു.